ഒരു മിനിറ്റ്. നമുക്കിന്ന് നമ്മളെ കാറ്റുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനുള്ള കുറച്ച് കാരണങ്ങൾ നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ കേസ് തന്നെയാണ് നമ്മളെ പൂച്ചകൾ ഇങ്ങനെ സ്റ്റെയർ ചെയ്തിരിക്കും. സ്റ്റെയറിംഗ് എന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മളൊന്ന് പൂച്ചകളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവർ നോക്കും, ആരാണ് എന്താണ് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും, ജസ്റ്റ് വന്ന് മണത്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ നക്കും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ നമുക്ക് ഗിഫ്റ്റ് തരും. അത് എന്തും ആവാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത എലിയാവാം, അതുപോലെ തന്നെ പല്ലിയാവാം, പാറ്റയാവാം. അപ്പോൾ നമുക്ക് അവരെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് തരുന്നതെന്ന് വെച്ച് ഇടുന്നുണ്ട്. അത് അവർ കൊന്നിട്ട് ഇതാക്കുന്നതല്ല, അവർ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് തരുന്നതാണ്. നോർമൽ ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ശൈത്താൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് ശരിക്കും അവർക്ക് നമ്മളോടുള്ളൊരു വിശ്വാസം കൊണ്ട് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് പകരം നമ്മളവരെ തല്ലുകയോ അതൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം, ക്യാറ്റ് നമ്മുടെ കൂടെ കിടക്കും. സ്ലീപ്പിംഗ് വിത്ത് യു എന്ന് പറയും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് കിടക്കും. അത് വിശ്വാസം ഉള്ളപ്പോഴാണ് മാത്രമാണ് അവർ അങ്ങനെ വന്ന് കിടക്കാറുള്ളൂ. നമ്മൾ കൂടുതലും നോക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കുക. അതുപോലെ തന്നെ എവിടെയെങ്കിലും ചാരി ഇരിക്കും പോലെ നമ്മുടെ മടിയിലൊന്നും ഇരിക്കും. നാലാമത്തെ ഒരു കേസ്, നമ്മുടെ അടുത്ത് അവർ ഇങ്ങനെ കണ്ണടച്ച് തുറക്കും. അത് പൂച്ചകൾ അടയ്ക്കുന്നതിന് 2-3 വ്യത്യാസമുണ്ട്. മെല്ലെ അടയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മെല്ലെ ഇങ്ങനെ കണ്ണടച്ച് തുറക്കും. അതാണ് നമ്മളോടുള്ള ഒരു നാലാമത്തെ ഒരു കാര്യം. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നാലെ നടക്കും. ഇപ്പം മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ പിന്നാലെ പൂച്ച വരുന്നുണ്ടല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ നടക്കുന്ന ടൈമിൽ നമ്മൾ പിന്നാലെ വരും. പിന്നെ ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തല കൊണ്ട് വന്നിട്ട് ഇടിക്കും. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ടൈമിലൊക്കെ തലയുടെ അവിടെ വന്നിട്ട് മേയോ തൊട്ട് അവരൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, സബ്ബും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഏഴാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ബെല്ലി കാണിച്ചു തരും, വയറങ്ങനെ കാണിച്ചു തരും, റബ്ബ് ചെയ്യാൻ വേണ്ടി. ഓക്കെ.